നമസ്കാരം. ഞാൻ ഏറെ ആദരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് KM ഷാജഹാൻ. ഷാജഹാൻ തൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ചില യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്നത്. ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാറുണ്ടെങ്കിലും തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീരാൻ അവസരം കിട്ടാത്തതുകൊണ്ടാണ് ഷാജഹാൻ യൂട്യൂബിലൂടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഷാജഹാൻ കേവലം ഒരു യൂട്യൂബറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഷാജഹാനെ യൂട്യൂബർ എന്ന് വിളിച്ചാൽ മാത്രമേ നമ്മുടെ മാധ്യമങ്ങൾക്ക് തൃപ്തി ഉണ്ടാവൂ എന്നതുകൊണ്ടാണ് ഷാജഹാനെതിരെ ഒരു വാർത്ത വന്നപ്പോൾ യൂട്യൂബർ ഷാജഹാൻ, വ്ളോഗർ ഷാജഹാൻ എന്നൊക്കെയുള്ള വാർത്തകൾ വന്നത്. ഷാജഹാൻ കേവലം ഒരു യൂട്യൂബർ അല്ല, ഷാജഹാൻ ഒരു പൊതുപ്രവർത്തകനാണ്. ഷാജഹാന് തൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് യൂട്യൂബ് പ്രവർത്തനവും. ഇതൊക്കെയാണെങ്കിലും നിരാശയോടുകൂടി ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. പൊതുപ്രവർത്തനത്തിലെ അമിതമായ ആവേശവും ആത്മാർത്ഥതയും ഷാജഹാനെ യൂട്യൂബിൻ്റെ നിയമപരിധിയുടെ കുരുക്കിൽ കൊണ്ട് വീഴ്ത്തുക പതിവായിരിക്കുന്നു. സ്വന്തം ഇച്ഛാശക്തി അല്ലാതെ ഷാജഹാന് അതിനെയൊന്നും നേരിടാനുള്ള ഒരു സന്നാഹം ഇല്ല എന്നതാണ് വാസ്തവം. ഷാജഹാനെതിരെ ഒരു CPM വനിതാ നേതാവ് കൊടുത്ത പരാതിയിൽ ഷാജഹാനെ പോലീസ് അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ വാർത്ത ഞങ്ങൾ നേരത്തെ കൊടുത്തിരുന്നു. അന്ന് ഷാജഹാൻ്റെ ജാമ്യത്തിന് വേണ്ടി രംഗത്തിറങ്ങിയത് മറുനാടനായിരുന്നു. ഷാജഹാൻ മാത്രമല്ല, യൂട്യൂബിലൂടെ പൊതുപ്രവർത്തനം നടത്തുന്ന മിക്കവരും പലപ്പോഴും അവരുടെ അതിർവരമ്പുകൾ മറന്നുപോകുന്നു. ഒരു സംഗതി അച്ചടിക്കുമ്പോൾ ബാധകമാവുന്ന നിയമങ്ങൾ മാത്രമല്ല, വീഡിയോയായി സോഷ്യൽ മീഡിയയിലൂടെ പറയുമ്പോൾ അതിന് IT ആക്റ്റും ബാധകമാണ്. അച്ചടിയിലൂടെ വരുന്ന പലപ്പോഴും മാനനഷ്ട കേസ് മാത്രമാണ്. അതിന് ഒരുപാട് വഴികളുണ്ട് പരിഹാരമുണ്ടാക്കാൻ. എന്നാൽ വീഡിയോയായി പറയുമ്പോൾ നിരവധി കേസുകൾക്ക് ഇരയായി വരാം. ഇനി മാനനഷ്ട കേസാണെങ്കിൽ കൂടി കേസ് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആവേശത്തിന് പുറത്ത് പറയുന്നതൊക്കെ വിനയായി മാറും. നമ്മുടെ പല യൂട്യൂബർമാരും നേരിടുന്ന പ്രതിസന്ധി അവരൊക്കെ പല കേസുകളിലും കുരുങ്ങി നിശബ്ദരാവേണ്ടി വരുന്നു എന്നതാണ്. അനേകം കേസുകൾ പോലീസ് ബോധപൂർവം എടുത്തിട്ടും മറുനാടന് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ കഴിയുന്നത് നിയമത്തെക്കുറിച്ചുള്ള കൃത്യമായ ജ്ഞാനമുള്ളതുകൊണ്ടും ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നതുകൊണ്ടുമാണ്. മാധ്യമപ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻഫർമേഷൻ കൃത്യമാണോ എന്ന് വെരിഫൈ ചെയ്യാൻ നമുക്ക് എത്രമാത്രം ഉറവിടമുണ്ട് എന്ന ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഷാജഹാൻ വീണുപോയോ എന്ന് ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് ഷാജഹാന് 5 ലക്ഷം രൂപയും കോടതി ചെലവും വിധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കോടതി വിധി വന്നതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരള പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് ചുമതലയുള്ള ADGP S ശ്രീജിത്താണ് ഷാജഹാനെതിരെ 2021 പരാതി കൊടുത്തത്. 2022 തിരുവനന്തപുരം മുനിസിപ്പൽ കോടതി ആ കേസെടുത്തു. ADGP ശ്രീജിത്തിന് 12 ബിനാമി അക്കൗണ്ടുകളുണ്ട്. ഈ ബിനാമി അക്കൗണ്ടുകളിലൂടെ ശ്രീജിത്ത് ഇടപാടുകൾ നടത്തുന്നു എന്നായിരുന്നു ഷാജഹാൻ്റെ ആരോപണം. ആ ഒരു വീഡിയോ മാത്രമല്ല, അനേകം വീഡിയോകളിലൂടെ ഷാജഹാൻ ശ്രീജിത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. ഷാജഹാൻ എന്തെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഷാജഹാനെ ചില തൽപര കക്ഷികൾ തെറ്റിദ്ധരിപ്പിക്കുകയും അവർ പറയുന്നതിന് ഉപോദ്ബലകമായ തെളിവുകൾ എന്ന നിലയിൽ ചില ഡോക്യുമെൻറ്റുകൾ കൊടുക്കുകയും ചെയ്തപ്പോൾ അത് പൂർണ്ണമായും വിശ്വസിച്ചതുകൊണ്ടാവാം ഷാജഹാൻ ആ കെണിയിൽ വീണത്. ഷാജഹാൻ അന്നു മുതൽ ശ്രീജിത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകുന്നു. അനേകം വാർത്തകൾ ശ്രീജിത്തിനെതിരെ കൊടുത്തു. 2021 ഷാജഹാൻ കൊടുത്ത വീഡിയോയിലെ പ്രധാന പരാമർശങ്ങൾ ഇവയൊക്കെയായിരുന്നു. S ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ ക്രൈംബ്രാഞ്ച് മേധാവിയായി നിയമിക്കപ്പെട്ട ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ 13 ബിനാമി ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അത് ഓരോന്നോരോന്നായി വായിക്കുകയാണ്. ഹരികൃഷ്ണൻ എന്നുള്ള ആളുടെ പേരിലുള്ളതാണ് ആദ്യത്തെ അക്കൗണ്ട്. അത് ICICI ബാങ്കിലെ അക്കൗണ്ടാണ്. 2 അസീം എന്ന് പറയുന്ന ICICIയുടെ ഏരിയ മാനേജറുടെ പേരിലുള്ള ഒരു അക്കൗണ്ട് നമ്പറാണ്. മൂന്നാമത്തത് ലക്ഷ്മി ബായ് പട്ടം. 4ാമത്തെ അക്കൗണ്ട് നമ്പർ മനോജ് എന്ന ആളുടെ പേരിലുള്ളതാണ്. അതും ICICI ബാങ്കിൻ്റെതാണ്. 5ാമത്തെ അക്കൗണ്ട് നമ്പർ മുംബൈയിലെ മോഹനകൃഷ്ണൻ എന്നുള്ള ആളുടെ പേരിലുള്ളതാണ്. അതും ICICI ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറാണ്. 6ാമത്തെ അക്കൗണ്ട് നമ്പർ ഷീല കൃഷ്ണൻ, അത് HDFCയുടേതാണ്. 7ാമത്തെ T സുരേന്ദ്രൻ എന്നുള്ളതാണ്, ഗോൾഡൻ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അക്കൗണ്ട് നമ്പറാണ്. 8ാമത്തത് ബാലകൃഷ്ണൻ എന്നുള്ള ആളുടെ പേരിലുള്ളതാണ്. 9ാമത്തെ അക്കൗണ്ട് നമ്പർ രമേശ് നമ്പ്യാർ എന്ന് പറയുന്ന ആളുടെ പേരിലുള്ളതാണ്. അതും ICICIയുടെ തന്നെയാണ് എന്നാണ് വിവരം. 10ാമത്തെ അക്കൗണ്ടും ഷീലാകൃഷ്ണന്റെ പേരിലുള്ളതാണ്. 11ാമത്തെ അക്കൗണ്ട് നമ്പർ ഗീതാ ദേവി എന്ന് പറയുന്ന ഒരു വനിതയുടെ പേരിലുള്ളതാണ്. 12ാമത്തെ അക്കൗണ്ട് നമ്പർ കോമള ഗോപാലകൃഷ്ണന്റെ പേരിലുള്ളതാണ്. 13ാമത്തെ അക്കൗണ്ട് നമ്പർ രാജി എന്നുള്ള ആളുടെ പേരിലുള്ളതാണ്. ഇതിനെതിരെ ക്രിമിനൽ സിവിൽ നടപടികൾ ശ്രീജിത്ത് ആരംഭിക്കുകയായിരുന്നു. കേവലം 5 ലക്ഷം രൂപ മാത്രമാണ് ശ്രീജിത്ത് സിവിൽ കേസിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത്. ഷാജഹാൻ അയച്ച നോട്ടീസ് കൈപ്പറ്റിയെങ്കിലും ഷാജഹാൻ ഈ കേസിൽ ഒരിക്കലും കോടതിയിൽ ഹാജരായില്ല എന്നാണ് വിധി പകർപ്പിൽ കോടതി പറയുന്നത്. അതുകൊണ്ട് ഷാജഹാൻ ഇതിനോട് സഹകരിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ്
ഷാജഹാന്റെ അസാന്നിധ്യത്തിൽ ശ്രീജിത്ത് ചോദിച്ച 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാനും അതിന് കേസ് കൊടുത്ത അന്ന് മുതലുള്ള പലിശ കൊടുക്കാനും കോടതി ഉത്തരവിട്ടു. ഇങ്ങനെ പറയുന്നു, മൂന്നാം പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നു, ഓൺ 1/1/2021 plaintiff was shocked to see the false, baseless and scandalous statements made by the defendant under the caption The Truth Tag on Facebook and YouTube against the plaintiff with the sinister motive of defaming the plaintiff. The defendant also posted other videos regarding the illegal activities of the plaintiff. The harm caused by the defendant through കോടതി ഓർഡറിൻ്റെ ഇതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. കോടതി പറയുന്നത് ഡിസ്പൈറ്റ് പ്രോപ്പർ സർവീസ് ഓഫ് സമൻസ് ഫ്രം ദി കോർട്ട് ദി ഡിഫൻഡന്റ് ഫെയിൽ ടു അപ്പിയർ ബിഫോർ ദി കോർട്ട് ആൻഡ് റെസിസ്റ്റ് ദ സ്യൂട്ട് ആൻഡ് ഹെൻസ് ഹി വാസ് സെറ്റ് എക്സ് പാർട്ടി. അതായത് പലതവണ നോട്ടീസ് അയച്ചെങ്കിലും കോടതിയിൽ ഒരിക്കലും ഒരാൾ പ്രതി വന്നില്ല. അതുകൊണ്ട് കേസ് ഞങ്ങൾ എക്സ് പാർട്ടിയായി വിധിക്കുന്നു. Therefore, plaintiff filed affidavit lieu of chief examination and exhibits A1 and A2 are marked and the plaintiff evidence was closed. എന്നിട്ട് പറയുന്നു, hence the counsel of the plaintiff pursued the records and documents. From the unrebutted evidence objected by the plaintiff's case stands unchallenged and proved. Hence this court find that the plaintiff is entitled to get decree as prayed for. In the result, the suit is decreed with the cost allowing the plaintiff to recover compensation of an amount of rupees 500,000 with 6% interest per annum date of suit till date of realization of the defendants and their assets. 5 ലക്ഷം രൂപയും അതിൻ്റെ പലിശയും പ്ലെയിൻറ്റിഫിൻ്റെ ചെലവും കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും KM ഷാജഹാൻ ADGP ശ്രീജിത്തിന് കൊടുക്കേണ്ടി വരും. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഒരു പോലീസ് ഓഫീസർക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ വ്യാജമാണ് എന്ന് കോടതി പറയുമ്പോൾ ആ വീഡിയോ ചെയ്ത ഷാജഹാൻ്റെ വിശ്വാസ്യതയാണ്. അതേസമയം ഞാൻ ഇക്കാര്യം ഷാജഹാനോട് ചോദിച്ചപ്പോൾ ഷാജഹാൻ പറഞ്ഞത്, ഇങ്ങനെയൊരു പരാതി ഉള്ള കാര്യം തനിക്ക് ഇന്നേ വരെ അറിയില്ലായിരുന്നു. ഇങ്ങനൊരു നോട്ടീസ് തനിക്ക് കിട്ടിയിട്ടില്ല. മനഃപൂർവ്വം ADGP അദ്ദേഹത്തിൻ്റെ സ്വാധീനം മൂലം തനിക്ക് നോട്ടീസ് തരാതെ മറച്ചു വെച്ചു. ഇങ്ങനൊരു കേസുള്ളതായി അറിയാതെ തനിക്ക് നോട്ടീസ് അയച്ചു എന്ന് വ്യാജേനെ കോടതിയിൽ കേസ് നടത്തി ജയിച്ചെടുത്തതാണ്. തൻ്റെ ഭാഗം കേട്ടാൽ കേസ് പൊളിഞ്ഞു പോകും എന്നതുകൊണ്ട് താൻ അറിയാതെ എക്സ് പാർട്ടിയായി വിധി വാങ്ങിയതാണ്. ഈ എക്സ് പാർട്ടി വിധിക്കെതിരെ അപ്പീലിന് പോകും എന്നാണ് ഷാജഹാൻ എന്നോട് പറഞ്ഞത്. ഷാജഹാനെതിരെ ക്രിമിനൽ കേസും ശ്രീജിത്ത് കൊടുത്തിട്ടുണ്ട്. ഷാജഹാന് നോട്ടീസ് കിട്ടിയിട്ടില്ല എന്ന് ഷാജഹാൻ പറയുമ്പോൾ തീർച്ചയായും അതിൽ ദുരൂഹത മണക്കുക തന്നെ ചെയ്യണം. പക്ഷേ നിയമത്തിന് മുമ്പിൽ ഷാജഹാൻ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഷാജഹാൻ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പീലിൽ പോയി ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുന്നത് വരെ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയാവുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഒരു ഉയർന്ന പോലീസ് ഓഫീസർക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തിയത്? ആരെങ്കിലും പറയുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ? അങ്ങനെയെങ്കിൽ അത് ഗൗരവമേറിയ വിഷയം തന്നെയാണ്. അനധികൃതമായ സ്വത്ത് സമ്പാദനം നടത്തി ADGP ശ്രീജിത്ത് എന്ന ആരോപണം ഇതിനു മുമ്പും ഉയർന്നതാണ്. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും തൃശ്ശൂർ വിജിലൻസ് കോടതിയുമൊക്കെ പലതവണ ഇത്തരം ആരോപണങ്ങൾ കൈകാര്യം ചെയ്യുകയും അവയെല്ലാം തള്ളിപ്പറയുകയും ചെയ്തതാണ്. ശ്രീജിത്തിന് 12 ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്ന ആരോപണം വിജിലൻസ് അന്വേഷിക്കുകയും അതിൽ 8 വ്യാജ അക്കൗണ്ടാണ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല എന്ന് കണ്ടെത്തുകയും 2 NRI അക്കൗണ്ടാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. NRI അക്കൗണ്ടിലേക്ക് ഇന്ത്യയിലെ പണം ഇടാൻ കഴിയില്ല. അവശേഷിച്ചിരിക്കുന്ന ഒരു അക്കൗണ്ട് കാർ ലോൺ അക്കൗണ്ടാണ്. അതിൽ 5,000-ഉം 10,000-ഉം ഒക്കെ പോകാറുണ്ടെങ്കിലും അത് കാർ ലോണിൻ്റേതാണ്. ഇത് വളരെ വ്യക്തമായി അന്വേഷിച്ചാണ് വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. വിജിലൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഷാജഹാനെതിരെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി എടുത്തിരിക്കുന്ന കേസ് ക്ലോസ് ചെയ്തുകൊണ്ട് 2024 നവംബർ മാസം 25-ന് ഇറങ്ങിയ ഉത്തരവിൽ ഇങ്ങനെ പറയുന്നു, ദിസ് കേസ് വാസ് പ്രീവിയസ്ലി ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് ദ ഫൈനൽ റിപ്പോർട്ട് വാസ് ഫൈൽഡ് before the Enquiry Commissioner and Special Judge Thrissur, that the report was transferred to this court. After hearing the complainant, my learned producers had passed an order. എന്ന് പറഞ്ഞിട്ട് അവസാനം ഉത്തരവ് പറയുന്നു, the complainant alleged that the respondent officer had conducted binary transaction by opening account is the name of 4 persons. The allegations was that binary transactions were conducted from 2003 to 2008. The account numbers are number കൊടുക്കുന്നുണ്ട് of HDFC Bank തൃശ്ശൂർ ബ്രാഞ്ച്, ICICI ബാങ്ക് തിരൂർ ബ്രാഞ്ച്, ICICI ബാങ്ക് കാസർഗോഡ് ബ്രാഞ്ച്, ICICI ബാങ്ക് ചെന്നൈ ബ്രാഞ്ച്. The first account was operated by CW7 Sheila Krishnan. It was opened and operated in Thrissur branch of the HDFC Bank. The examination of the account did not
reveal any major transactions. There is nothing to indicate that respondent had made transaction through the said account. അതിലൊരു അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ അതിൽ വലിയ ഇടപാടൊന്നുമില്ല. അത് പിന്നെ ഇദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞതിന് എന്താർത്ഥമുള്ളത്? The account was maintained by the Tirur branch ICICI Bank. It was opened and operated by CWC Surendran. The account statement from 01/4/2004 to 2017 variable. The account reveals a sum 100,000 1 lakh was transferred to the complainant 03/2004 and another 44 was transferred to him. CW6 as acting general manager of one Golden Bank. The complainant stated that he had a fixed deposit account in the bank of CW6 and he had received money from CWC loan. CWC said that they had given loan to 100,000 to the complainant. The complainant had repaid the sum 60,000 on in a ദിവസം 30,000 on another loan was given to the complainant. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സാമ്പത്തിക ഇടപാട് കടമാണ്, കടം വന്നു വാങ്ങിയത് കൊടുത്തു എന്നാണ് പറയുന്നത്. Another account was account number ICICI Bank Kasaragod. It was opened and operated by Sri Balakrishnan. He had retired as a principal of Swami Nityananda Polytechnic College Kasaragod. He was acquainted with the respondent even before the respondent had entered service. He said that he had borrowed some amount from the complainant through the account mentioned above. He had received 10,000 from the complainant. The other transactions shown in his account were made in connection with his construction work. അങ്ങനെ ഓരോ ഇടപാടുകളെക്കുറിച്ചും വ്യക്തമായി എഴുതി വ്യാജ അക്കൗണ്ടുകളാണ് പലതും കണ്ടെത്തിയാണ് കേസ് കോടതി തള്ളിക്കളഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ടാവുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ വാർത്തയ്ക്കിറങ്ങുമ്പോൾ ഇത്തരം തലവേദനകൾ ഉണ്ടാവുമെന്നാണ്. ഇതൊക്കെ താങ്ങാനുള്ള ശേഷിയോ സന്നാഹമോ ഷാജഹാനില്ല. ഷാജഹാൻ ഒറ്റയ്ക്കാണ് യുദ്ധം നടത്തുന്നത്. ഷാജഹാൻ ഒരു അഴിമതിക്കാരനെ അല്ല. ഷാജഹാൻ്റെ ആവേശം ഏറെയായതുകൊണ്ട് ഷാജഹാൻ ഈ പണിക്കിറങ്ങുന്നതാണ്. പക്ഷേ ഇത് വലിയ തിരിച്ചടിയായി മാറി. സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഒക്കെ വാർത്തകളും വീഡിയോകളും ചെയ്യുന്നവർ ആരെങ്കിലും പറയുന്നത് കേട്ട് വാർത്ത ചെയ്താൽ ഇത്തരം പ്രതിസന്ധികളുണ്ടാവും. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലരും എത്തിയെന്ന് വരാം. അവർ കൊണ്ട് നമ്മുടെ കയ്യിൽ തരുന്ന രേഖകൾ വാസ്തവമാണെന്ന് നമുക്ക് തോന്നിയെന്ന് വരാം. എന്നാൽ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതാണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇത്തരം അബദ്ധങ്ങൾ പറ്റാം. പ്രത്യേകിച്ച് പോലീസിൽ വലിയ ഗ്രൂപ്പ് വഴക്കുണ്ട്. ഒരു ഉന്നത ഓഫീസർ അയാളുടെ സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി അയാൾക്ക് ഭാവിയിൽ ഭീഷണിയാകാനിടയുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെ ഇത്തരം കള്ളക്കഥകളും കള്ളപ്പരാതികളും കൊടുക്കാം. അവയുടെ മേൽ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധികൾ രൂപപ്പെടും. എന്തായാലും KM ഷാജഹാന് ഈ പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയട്ടെ, തൻ്റെ വിശ്വാസ്യത സംരക്ഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.